ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എങ്ങോട്ടായി രാവിലെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് കുമളിക്ക് അടുത്തായിട്ടുള്ള ഓടമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ബ്ലാങ്കറ്റ് റിസോർട്ടിൽ ഗസ്റ്റിനായിട്ട് വന്നതാണ്. ഞാനൊരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ രണ്ട് വശങ്ങളിലും ഏലത്തോട്ടങ്ങളാണ്. അപ്പം ഞാൻ മാത്രമല്ല, വേറെ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർ എന്നെക്കഴിഞ്ഞ് മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നാട്ടുകാർ ജംഗ്ഷനിൽ പോയി വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ്. ആകെ ഒരു സ്കൂട്ടർ മാത്രമേ കഷ്ടിച്ചു പോവുള്ളൂ. മെയിൻ റോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആകെ ശോകമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വഴിയാണ്. അതുവഴി പോയി വരണേ തന്നെ ചുറ്റുമാണ്, ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ജംഗ്ഷനിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ നടുക്കൂടെയുള്ള ഈ വഴി യൂസ് ചെയ്യുന്നത്. ഞാൻ രാവിലെ ശകലം പേടിച്ചാണ് പോകുന്നത്. ഈ തോട്ടമൊക്കെ ആയതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും രാവിലെ ഈ തോട്ടത്തിൻ്റെ നടുക്കൂടെ ഈ പക്ഷികളുടെ സൗണ്ടും ഒക്കെ കേട്ട് ഈ ചെറിയ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കാണാം ഏല ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. അങ്ങനെ നടന്ന് ഞാൻ ആ ചായക്കടയുള്ള കവലയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ആകെ ചെറിയൊരു ചായക്കടയാണ് അവിടെ ഉള്ളത്. അവിടെ രാവിലെ ജോലിക്ക് പോകാനുള്ള ആൾക്കാരും തോട്ടത്തിലോട്ടുള്ള ആൾക്കാരുമൊക്കെ വരുന്നുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഒരു ചായ പറഞ്ഞു. അപ്പം നമ്മുടെ കൂടെയുള്ള വേറെ ചേട്ടന്മാരും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോഴേക്കും. അങ്ങനെ ഞാനും ഒരു ചായ പറഞ്ഞു. അതുമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നേ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടെയുള്ള ചേട്ടന്മാരുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഏലക്കാടിൻ്റെ നടുക്കൂടെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ച. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ തോട്ടത്തിൻ്റെ നടുക്ക് നിന്ന് ഇങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ കാണാൻ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് എത്തിച്ചേർന്നു. ഈ പാർക്കിങ്ങിൻ്റെ താഴ്വശം എല്ലാം ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് റോഡിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ടാറ്റാ സുമോയും ജീപ്പും എല്ലാം അതുവഴി പാസ് ചെയ്ത് പോകുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ട് പോകുന്ന വണ്ടികളാണ് കേട്ടോ അതെല്ലാം. അങ്ങനെ അതുമെല്ലാം കണ്ട് വർത്താനം എല്ലാം പറഞ്ഞിരുന്ന സമയത്ത് ഇക്ക പറഞ്ഞു നമുക്കൊരു ചായയും കൂടെ ഇടാമെന്ന്. അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്ന കെറ്റിലെടുത്തുകൊണ്ട് പോയി നമ്മളൊരു കട്ടൻ ചായയും കൂടെ ഇട്ട് എല്ലാവരും കൂടെ കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. പിന്നെ അവിടെ ഒരു ഓറഞ്ചിൻ്റെ മരം നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തൊരു ഓറഞ്ച് ഇങ്ങനെ കായ്ച്ച് കിടപ്പുമുണ്ട്. അപ്പം ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം അപ്പുറത്തെ വീട്ടിൽ ചേച്ചി തോട്ടിയായിട്ട് വന്നിട്ട് പറഞ്ഞു പറിച്ചോളാം. ഞാനത് പറിച്ചു. ഞാനും പിന്നെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടും അത് പറിച്ച് കഴിച്ചു. ശരിക്കും അത് പഴുത്തിട്ടില്ലായിരുന്നു, എന്നാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന സമയത്താണ് അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടൻ വന്നത്. റോബിൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം പുള്ളിക്ക് അവിടെ സ്വന്തമായിട്ട് ഏലത്തോട്ടം ഉണ്ട്. അപ്പോൾ ആ തോട്ടത്തിലോട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി വന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിയായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ വണ്ടി ടാറ്റ യോധയായിരുന്നു. ആ വണ്ടി അതൊരു 4x4 വെഹിക്കിളായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ തോട്ടത്തിൽ വളമിടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വണ്ടി ഒന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങളും എങ്ങനെയുണ്ട് അതെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. വെറും 10,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളി ഷെയർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതലാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ എൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കിയ സമയത്ത് അതിൻ്റെ എയർ ഇൻടേക്ക് എടുക്കുന്ന സ്ഥലം നമുക്ക് ഈസി ആയിട്ട് സ്നോർക്കൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ആ കാര്യം പുള്ളിയോട് പറയുന്നു. പുള്ളി പറഞ്ഞു ശരിയാണല്ലോ, നമ്മുടെ ഗൂർക്കൊക്കെ ഉള്ള പോലെ ഒരു സ്നോർക്കലായിട്ട് വേണം ഫിറ്റ് ചെയ്യുക. പുള്ളി പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വേണേൽ അങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. ഞാൻ ചുമ്മാ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാൽ കേട്ടോ ഈ കാണുന്നത്. എന്നാൽ റോബിൻ ചേട്ടൻ ആ വണ്ടിയുടെ 4 വീൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ നേരത്തെ പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഇപ്പം കൃഷിയാണ് പുള്ളിയുടെ മെയിൻ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടൊക്കെയാണ് അവിടെ വെളിയിൽ നിന്ന് ജോലി കളഞ്ഞിട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ അവിടെ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട്. റോബിൻ ചേട്ടൻ അവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ മനുഷ്യനാണ് പുള്ളി. അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ തോട്ടത്തിലോട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഏലം കായ്ച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോബിൻ ചേട്ടൻ പറയുമായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ ഇത് ഒത്തിരി കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു കൃഷിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിന് ഒത്തിരി അസുഖങ്ങളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി സൂക്ഷിച്ചാണ് ഇത് കൃഷി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളും ബുദ്ധിമുട്ടും എല്ലാം പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ചേട്ടൻ. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഏല അങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട് കേട്ടോ. അതിനകത്ത് ഏലത്തിൻ്റെ പൂവുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാറിൻ്റെ അടുക്കലോട്ട് തന്നെ തിരിച്ച് വന്നായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യേണ്ട ദിവസമായിരുന്നു. 3 ദിവസത്തേക്കിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് അവർ ഡ്രോപ്പ് ചെയ്യേണ്ടത്. ചെന്നൈയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പം ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടി ഞാൻ റിസപ്ഷൻ്റെ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കപ്പിൾസാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി പ്രഗ്നൻറ്റും കൂടെയാണ്. അതുകൊണ്ട് ഞാനാ പറഞ്ഞ ഇച്ചിരി നേരത്തെ നമുക്ക് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞത്. ഇവർക്ക് 5:40 കോട്ടയത്തു നിന്ന് ട്രെയിൻ ഉള്ളത്. അങ്ങനെ റിസപ്ഷനിൽ നിന്ന് ഇവരെ പിക്ക് ചെയ്ത് ലഗേജും എല്ലാം കയറ്റിയിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇച്ചിരി മോശം വഴിയാണ് കേട്ടോ. പുള്ളിക്കാരി പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കെയർ ചെയ്താണ് നമ്മൾ മെയിൻ റോഡ് വരെ ചെന്നത്. അതുകൊണ്ട് പയ്യെ നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങ് പോയേക്കാം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.